മാധ്യമരംഗം നേരിടുന്ന വെല്ലുവിളികളേവ. പത്രപ്രവർത്തകനും ചെറുകിട പത്രമുതലാളിയും വെല്ലുവിളി അതിജീവിച്ചുകൊണ്ടിരിക്കുന്നു. പുസ്തകക്കാരും വ്യാപാരികളും ഇന്ന് മാധ്യമ കച്ചവടം നടത്തുന്നു. മാധ്യമരംഗത്ത് എന്താണ് ശരി, എന്താണ് തെറ്റെന്നറിയാതെ ജനങ്ങൾ ദുരിതപ്പെടുന്നു, വായനക്കാരൻ ദുരിതപ്പെടുന്നു. അതിലുപരി പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ പത്രാഫീസിലെ പിയൂണ് മുതൽ വീട്ടിൽ പത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന പത്രബോയ് വരെ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയാണെങ്കിൽ, ഇലക്ട്രോണിക് മാധ്യമരംഗത്ത് ലൈറ്റ് ബോയ് വരെ മാധ്യമരംഗത്തെ പ്രവർത്തകനാണെങ്കിൽ, ഇവരെല്ലാവരും പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വണ്ടി ഓടിക്കാൻ പോകുന്ന വണ്ടി ഡ്രൈവർക്ക് പെട്രോളിന്റെ വില തീർച്ചയായിട്ടും മാധ്യമത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്നു. അങ്ങനെ വെല്ലുവിളികൾ ചെറുകിട തൊട്ടാണ് വല്ലുകിട വരെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മാധ്യമരംഗത്ത്. പ്രത്യേകിച്ചും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഈ വർഷം പരസ്യ വരുമാനം പത്രമാധ്യമങ്ങൾക്ക് പകുതിയായി മാറുമെന്ന് പൊതുവെ വിലയിരുത്തൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത വർഷത്തെ മാധ്യമ പ്രവർത്തനം നേരിടാൻ പോകുന്ന സാമ്പത്തിക വെല്ലുവിളികൾ എത്രയെത്ര ഭയങ്കരമായിരിക്കും. പ്രതിസന്ധിയുടെ ഒരു സാഹചര്യം കാലഘട്ടം മുന്നോട്ട് വരുന്നു. അച്ചടി മാധ്യമങ്ങൾക്ക് എത്ര ഭാവി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് ഇനി എത്രത്തോളം ഭാവി, അത് അങ്ങനെയും ചിന്തിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഇലക്ട്രോണിക് മാധ്യമങ്ങളും പുതിയ ഭാവങ്ങളിലേക്കും രൂപങ്ങളിലേക്കും വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കാലോചിതമായ വിഷയത്തെ അപഗ്രഥിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമരംഗത്തെ അധികാരിമാർ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാധ്യമരംഗം നേരിടുന്ന ഈ വെല്ലുവിളികളെ സംബന്ധിച്ച് ചർച്ച ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിന്റെ മോഡറേറ്ററായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനും സീനിയർ മോസ്റ്റ് പത്രപ്രവർത്തകരിൽ ഒരാളായ ശ്രീ SR ശക്തിധരൻ അവരുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഇതിന്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കും. അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങ് കൂടി. നമ്മൾ മുമ്പേ വിശേഷിപ്പിച്ചതുപോലെ നമ്മളുടെ കേരളത്തിലെ മാധ്യമരംഗത്തെ മാധ്യമ ഗുരു എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അധികാരിയായ പ്രഗത്ഭനായ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറായ, അതിലുപരി ലയൺസ് ക്ലബിന്റെ ഫ്രണ്ട്സ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന നാഷണൽ അവാർഡിന് അർഹനായ ബഹുമാനപ്പെട്ട മാടവന ബാലകൃഷ്ണപിള്ള സാറിനെ ഈ അക്ഷരനഗരിയിൽ വെച്ച് ഈ പുസ്തകമേളയുടെ നല്ല മുഹൂർത്തത്തിൽ ഇവിടെ ഒന്ന് ആദരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട സാറിനെ പൊന്നാട അണിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട SR ശക്തിധരൻ സാർ ആദരിക്കുന്നതാണ്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ശക്തിധരൻ സാറിനും ആദരിക്കപ്പെട്ട മാടവൻ സാറിനും പ്രത്യേകമായിട്ട് നന്ദി. ഇനി പാനൽ ഡിസ്കഷനാണ്. നമ്മൾ അറിയിച്ചതുപോലെ ശ്രീ SR ശക്തിധരൻ മോഡറേറ്റർ ആയിരിക്കും. തുടർന്ന് നടക്കുന്ന പാനൽ ഡിസ്കഷനിൽ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ശ്രീ CP രാജശേഖരൻ, ശ്രീ A പ്രഭാകരൻ, ശ്രീ സർജി ആന്റണി, ശ്രീ A അരവിന്ദൻ, ശ്രീ തേക്കൻകാട് ജോസഫ് എന്നിവർ പങ്കെടുക്കുന്നതായിരിക്കും. ദൂരദർശന്റെ മുൻ ഡയറക്ടർ ജനറലായിരുന്ന CP രാജശേഖരൻ, അതുപോലെ AR CP രാജശേഖരൻ ആദ്യമായി നിങ്ങളോട് ഇപ്പോൾ വിഷയത്തെ സംബന്ധിച്ച് ദൂരദർശന്റെ മുൻ ഡയറക്ടർ ജനറലായിരുന്ന CP രാജശേഖരൻ, അതുപോലെ AR CP രാജശേഖരൻ ആദ്യമായി നിങ്ങളോട് ഇപ്പോൾ വിഷയത്തെ സംബന്ധിച്ച് ആരാണ് വെല്ലുവിളി നേരിടുന്നത് എന്ന് ചോദിച്ചത് ശ്രീ കിളിരൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചത് പത്രം വായിക്കുന്ന നമ്മളല്ലേ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നതെന്നാണ് ചോദിച്ചത്. വളരെ ശരിയാണ്. ഈ വിഷയത്തെ ഒരു 3 തരത്തിൽ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പത്രം വായിക്കുന്ന സാധാരണ വായനക്കാരൻ, കർമ്മസങ്കടങ്ങൾ അനുഭവിക്കുന്ന സാധാരണ വായനക്കാരന്റെ റോള്. മറ്റൊന്ന്, പത്രപ്രവർത്തകർ, പത്ര ഉടമയും അതിന്റെ പ്രവർത്തകരും എല്ലാം ചേർന്ന പത്രപ്രവർത്തക സമിതി എന്ന രീതിയിൽ. മറ്റൊന്ന്, എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറയിലെ രീതിയിൽ. കാരണം ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വാക്കുകൾ കോരക്കോരം ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളമെമ്പാടും ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പഠിപ്പിക്കുന്ന ആൾ എന്ന രീതിയിൽ. ശക്തിധരൻ സാർ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഒരു പോയിന്റിൽ നിന്നാണ് സംസാരിച്ചത്. പത്രപ്രവർത്തകർ എന്ന രീതിയിൽ നേരിടുന്ന വെല്ലുവിളി. ശരിയാണ്. വെബ്ലോഗ്, നമ്മുടെ നിങ്ങൾ ബ്ലോഗ് എന്ന ഓമന പേര് വിളിക്കുന്ന വെബ്ലോഗ് നമ്മുടെ മുമ്പിലുള്ളിടത്തോളം കാലം
ഇന്ന് ഓരോ വായനക്കാരനും പത്രപ്രവർത്തകനാണ്. ഓരോ വായനക്കാരനും അവന്റെ ആശയങ്ങളെ അവന്റെ ഇഷ്ടം പോലെ വളച്ചൊടിച്ചോ നേരെയോ ആർക്കു മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശ്രീ മാടവനെ പറഞ്ഞതുപോലെ ചില ചാനലുകൾ CNN അതുപോലെ NDTV-യെല്ലാം ജനങ്ങളിൽ നിന്ന് മൊബൈൽ പിക്ചേഴ്സും മൊബൈൽ വാർത്തകളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പത്രപ്രവർത്തകരാണ്. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എനിക്ക് തോന്നുന്നത് സത്യം പറയാനായിട്ടും ധർമ്മം ചെയ്യാനായിട്ടും നാം ആരെയൊക്കെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്റെ ഈശ്വരമാണ്. താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ആ ഉടമയുമായി ബന്ധപ്പെട്ട അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ആ ഉടമ ആരെയൊക്കെയാണോ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണോ ആ ഉടമയെ നിലനിർത്തുന്നത് അവരോടൊക്കെ ചോദിക്കാതെ ഒരു സത്യം പറയാനോ സത്യം വെളിപ്പെടുത്താനോ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടമാണ്. അല്പസത്യങ്ങളുടെയും അർദ്ധസത്യങ്ങളുടെയും തമസ്കരിക്കപ്പെടുന്ന സത്യങ്ങളുടെയും പങ്ക് കണക്ക് കൂട്ടുമ്പോൾ വായനക്കാർ അറിയുന്നത് വളരെ ചെറിയ ശതമാനം സത്യം മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വായനക്കാരന്റെ വെല്ലുവിളി. ഏത് വലിയ കാര്യവും ഏത് നല്ല കാര്യവും തമസ്കരിക്കാനായിട്ട് ഓരോ പത്രങ്ങളും വാശിയോടെ മത്സരിക്കുന്നുണ്ട്. വിവിധ പത്രങ്ങൾ തമ്മിലുള്ളതായ മത്സരങ്ങളാണ് ഏറ്റവും വലിയ പത്രാധിപന്റെ വെല്ലുവിളി. ഒരു പത്രം എന്ത് ചെയ്യുന്നു അത് അതേപടി അതേക്കാൾ കൂടുതലായിട്ട് കാണിക്കാനായിട്ട് നടക്കുന്ന മത്സരത്തേക്കാൾ വലുത് ആ പത്രം ചെയ്യുന്നതിനെ തകർക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇന്നെന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിക്കാനായിട്ട് വിഷമമുണ്ട്. കാരണം ഞങ്ങൾ നിങ്ങളെ എത്തിക്സ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ് പഠിപ്പിക്കുന്നത്, എത്തിക്സ് ഓഫ് ന്യൂസ് കളക്ഷൻ ആണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ നിങ്ങളിത് കഴിഞ്ഞ് ഒരു ഡെസ്കിലേക്ക് പോകുന്നതോടുകൂടി എല്ലാ എത്തിക്സും ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ളതാണ് സംശയം. ഡൽഹിയിലെ 2 പത്രങ്ങൾ മത്സരിച്ചത് വളരെ ആശാവഹമായ രീതിയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുസ്ഥാൻ ടൈംസ്. അതിന്റെ ഒരു സൂചന മാത്രം ശ്രീ ശക്തി സാർ പറയുന്നത് കുറേയധികം പേജുകൾ കൂട്ടിയത്. പേജുകൾ കൂട്ടുന്നത് മാത്രമല്ല ചെയ്തത്, വില ഇങ്ങനെ വല്ലാതെ കുറച്ചു. 4 രൂപയിൽ നിന്ന് 3.5 3-ൽ നിന്ന് 3 3-ൽ നിന്ന് 2.5 2-ൽ നിന്ന് 1.5 വീണ്ടും 1 പോയപ്പോഴേക്കും പത്രപ്രവർത്തക യൂണിയൻ ഇടപെട്ട് ഇനിയും വീണ്ടും കുറയ്ക്കരുതെന്ന് പറഞ്ഞു. ഇതിൽ നല്ലതും ചീത്തയും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് 48 പേജ് വരെ പോയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അതിന്റെ ചെറിയ ലഘു രൂപമാണ് നമുക്ക് കിട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ലഘു രൂപമുള്ള പല സംസ്ഥാനങ്ങളുമുണ്ട്. ഡൽഹിയിൽ ഇറങ്ങുന്ന പത്രം 48 പേജാണ്. 48 പേജിനാണ് 1.5 രൂപ. 1.5 താഴോട്ട് പോകാൻ അവർ റെഡിയാണ്. 2 പേർ റെഡിയാണ്. 50 പൈസയ്ക്ക് ഈ പത്രം കൊടുക്കാൻ 2 പത്രങ്ങൾ റെഡിയാണ്. 50 പൈസ വെച്ചിരിക്കുന്നതിന് നോമിനൽ വെറുതെ എടുത്തുകൊണ്ട് കൊണ്ടാന്ന് വെച്ചത്. അതേസമയം അമേരിക്കയിൽ നിങ്ങൾ പോയാൽ അല്ലെ ജർമ്മനിയിൽ നിങ്ങൾ പോയാൽ ഓരോ മുക്കിലും മൂലയിലും ഓരോ ക്യാബിനുകൾ വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പത്രം എടുക്കാം. നിസ്സാരമായ ഒരു 25 ശില്ലിങ്ങിൽ 20 ശില്ലിങ്ങിൽ 10 ശില്ലിങ് വെച്ചിട്ട് നിങ്ങളോട് ആരും ചോദിക്കുന്നില്ല പത്രത്തിന്റെ വില. നിങ്ങൾ ഇട്ടാലും കൂടെ ഇട്ടില്ല. ഇന്ത്യക്കാർ മാത്രം ഇടാതിരിക്കുള്ളൂ, ബാക്കിയെല്ലാം ഇടും. നിങ്ങൾക്ക് ആ ഒരു 10 ശില്ലിങ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഡോളറിന്റെ ഏറ്റവും ചെറിയ അംശം ഏതെങ്കിലും ഇട്ടിട്ടോ ഇടാതെയോ ഇഷ്ടംപോലുള്ള പത്രം എടുത്ത് വായിക്കാം. ഇത് പത്രത്തിൽ നിന്ന് വായിച്ചു പറയുന്നതല്ല, അനുഭവിച്ച് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ പത്രങ്ങൾക്ക് വില കുറച്ചും വില ഇല്ലാതാക്കിയും പത്രം പ്രചരിപ്പിക്കുന്നു. ഇത് വളരെ ഒരു സൂത്രപ്പണിയാണെന്നുള്ള സത്യം എന്റെ മക്കൾ അറിയാം. പത്രങ്ങൾക്ക് വില കുറച്ചു എന്നുള്ളത് കൊണ്ട് അവർ ചെയ്യുന്ന വലിയ ത്യാഗമൊന്നുമല്ല. പത്രങ്ങൾക്ക് വില കുറയും തോറും വായനക്കാരുടെ എണ്ണം കൂടും. വായനക്കാരുടെ എണ്ണത്തിന്റെ പേരിലാണ് ഈ ടാം റിപ്പോർട്ട് നൽകുന്നത്. പരസ്യം വയ്ക്കാൻ പോകും, എത്ര പേര് വായിക്കുന്നു. അപ്പൊ പരസ്യത്തിന് വരുമാനം കൂടും. അത് പക്ഷേ കേരളക്കാർ ഇതേവരെ ചിന്തിച്ചിട്ടില്ല. വേണ്ട, കിട്ടുന്ന കാശ് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഇന്ന് നമുക്കിവിടെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പത്രമെങ്കിലും വളരെ നിസ്സാര വിലയ്ക്ക് വിൽക്കാൻ പറ്റും. അവർക്ക് അത്രയധികം വായനക്കാരുണ്ട്. ഇനിയും വായനക്കാർ കൂടും. അത് നല്ല വശമാണ്. പിന്നെ വാർത്തകളിൽ വരുന്നതായ സത്യം പറഞ്ഞാൽ പ്രകടനാത്മകതയേക്കാൾ വലിയ ദോഷം ഉണ്ടാക്കുന്നത് രഹസ്യാത്മകതയാണ്. ഞങ്ങൾ 5 W പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 5 Wയിൽ 6 7 W പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ പണ്ട് തൊട്ട് 5 W ആണ് പഠിക്കാൻ നിങ്ങൾ ബാധ്യതയ്ക്കുന്നത്. ഈ 5 W വെച്ചിരിക്കുന്നത് ഒരു വാർത്തയുടെ ഈ 5 ആസ്പെക്ട്